ചൂളമടിച്ച് പ്രഷർ കുക്കറിലൂടെ പുറത്തേക്ക് പോകുന്ന ആവി പോലെ എൻ്റെ സ്വപ്നങ്ങളും പാറി പറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. കലത്തിൽ തിളച്ചു മറിയുന്ന അരി പോലെ മനോവിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിളക്കുമ്പോൾ തളരരുത് രാമൻകുട്ടിയെ, തളരരുത് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരം, അതായിരുന്നു മറുപടി. അത് കേൾക്കുമ്പോൾ മീൻ ചട്ടിയിൽ കിടന്ന് സഹതാപത്തോടെ നോക്കുന്ന മീനുകളെ ഓർമ്മയിൽ വരും. പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവർക്കും ഇതേ ടാസ്ക് ആണെന്ന് കേൾക്കുമ്പോൾ ഒരു റിലീഫൊക്കെ ഉണ്ട്. സെമിനാർ പ്രൊജക്റ്റ് പോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പണികളാണ് നാത്തുമാരും അയൽക്കൂട്ടത്തിലെ സ്ത്രീകളും. എല്ലാരും കാണാൻ വരുന്നത് അമ്മായിയമ്മയാണെങ്കിലും പണി കിട്ടുന്നത് മുഴുവൻ എനിക്കാണ്. ഒരാവശ്യങ്ങൾക്ക് 100 തവണ ഉമ്മാനെ വിളിക്കുന്ന ഞാൻ പുതിയ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവില്ലാതെ ചെയ്യാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നില്ല. ഏതാനും ദിവസങ്ങൾ തന്നെ മതിയായിരുന്നു. സാരമില്ല, ഇതൊന്നും ശീലമില്ലാത്തതില്ല എന്നതിൽ നിന്ന് നിനക്കിതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്തൂടെ എന്ന ടൂൺ മാറ്റത്തിനും ഒരുപാട് കാലതാമസം വേണ്ടി വന്നില്ല.